എന്താണ് കേരളത്തിൽ സംഭവിക്കുന്നതെന്ന് വ്യക്തമാകുന്നില്ല. ഇത് ചങ്ങലക്ക് ഭ്രാന്ത് പിടിച്ച സ്ഥിതിയാണ് ഇപ്പം കേരളത്തിലെ സർക്കാരിന് സമീപനത്തോടെ നമുക്ക് കാണാൻ കഴിയുന്നത്. വിനാശകാലെ വിപരീത ബുദ്ധി, ഇതാണ് ഇപ്പോൾ നമുക്ക് പറയാനുള്ളത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പോലീസിൻ്റെ ഇരട്ട നീതിയുടെ മുഖമാണ്. നിങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ടിട്ടുണ്ടാകും, സോണിയാഗാന്ധിയുടെ ചിത്രവുമായി ബന്ധപ്പെട്ട് വ്യാപകമായി അധിക്ഷേപിക്കുന്ന എത്രയോ സമൂഹ മാധ്യമ പോസ്റ്റുകൾ കേരളം കണ്ടതാണ്. അതുപോലെ മറ്റ് നേതാക്കന്മാർക്കെതിരായിട്ട് ഇഷ്ടം പോലെ കണ്ടതാണ്. ഇപ്പോൾ ആകെ പരിരക്ഷയുള്ളത് പിണറായി വിജയന് മാത്രമാണ് കേരളത്തിൽ. ഒരാൾക്കും വിമർശിക്കാൻ പറ്റാത്ത ഒരാളായിട്ട് അദ്ദേഹം മാറിയിരിക്കുകയാണ്. നിയമത്തിൻ്റെ വഴിക്ക് പോകുന്നതിന് ആരും എതിരല്ല. ഈ ഒരു കേസിൽ അദ്ദേഹത്തിൻ്റെ വീട് വളഞ്ഞിട്ട് നിങ്ങൾ അറസ്റ്റ് ചെയ്ത രീതി കണ്ടാൽ സുബ്രഹ്മണ്യൻ്റെ വീട് വളഞ്ഞ് പിടിച്ചിട്ട് ഒരു ഏതോ വലിയ കൊലക്കേസിലെയോ അല്ലെങ്കിൽ കൊള്ള നടത്തിയ ആളുടെ വീട് പോലെ വളഞ്ഞു പിടിച്ച് നിൽക്കാൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇത്ര ഒരു കാട്ടാളത്ത സംസ്കാരം ഇത് വിടുന്ന് കിട്ടിയതാണ്. ഏത് കമ്മ്യൂണിസ്റ്റ് ശൈലിയാണിത്? ഇവിടെ കേന്ദ്രത്തിൽ നരേന്ദ്രമോദിയും അമിത്ഷായും നടത്തുന്ന അതിൻ്റെ അതേ കാർബൺ പതിപ്പാണ് ആഭ്യന്തരം നടത്തുന്ന മുഖ്യമന്ത്രികൾ. ഇപ്പം ശബരിമല കേസിൽ ഡി മണി ഒളിവിൽ പോകാൻ തുടങ്ങി ഒരുപാട് നാളായല്ലോ. പിടിക്കാൻ പോലീസുണ്ടോ? പിടിക്കാൻ പറ്റിയോ? സത്യത്തിൽ പോലീസിനെ തീർത്തും രാഷ്ട്രീയ വിരോധത്തിന് ഇരയാകുന്ന, പോലീസിനെ തീർത്തും രാഷ്ട്രീയത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന, രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന നടപടിയാണ്